മുട്ടാമ്പുളി. കഥകൾ. രചന അംബികാസുതൻ മാങ്ങാട്. ശബ്ദം നൽകുന്നത് രേഖ ലോഹിതാക്ഷൻ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ ആൻഡ് DC ബുക്സ് 2021, എ DC ബുക്സ് പ്രൊഡക്ഷൻ. കഥ ചിന്താവിഷ്ടയായ സുമംഗല. വയലോട്ടു പോലാണേ ബൗതീറ്റ് ബീണോകും, എടത്തോട്ടു പോലാണേ എരടീറ്റ് ബീണോകും, ബലത്തോട്ടു പോലാണേ ബൈതെറ്റിക്കൊഴഞ്ഞോകും, സീതന്നെ പൊയ്ക്കോണേ സീതേനെപ്പോലെ നീർന്നോണേ. ഊഞ്ഞാലിലിരുന്ന് പതുക്കെ ആടിക്കൊണ്ട് സുമംഗല പാടി. അമ്മമ്മയുടെ പാട്ടാണ്. ഓരോ പണികൾ ചെയ്യുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും അമ്മമ്മ ഈണത്തിൽ പാടിക്കൊണ്ടിരിക്കും. നല്ല രസമാണ് കേൾക്കാൻ. നാടൻ പാട്ടുകൾ ഓർമ്മയിൽ നിന്നും ചൊല്ലുന്നതാണെന്നാണ് അവൾ കരുതിയത്. പിന്നീടാണ് സംഭവം മനസ്സിലായത്. അതത് സമയത്ത് അമ്മമ്മ പടച്ചുണ്ടാക്കി പാടുന്ന പാട്ടുകളാണ്. ചിലത് ഒറ്റ തവണയേ കേൾക്കൂ. രസമുള്ള പാട്ടുകളാണെങ്കിൽ ആവർത്തിച്ചു പാടിക്കൊണ്ടിരിക്കും. കുട്ടിക്കാലത്ത് സുമംഗല അമ്മമ്മയുടെ പിന്നാലെ കൂടും. ഒരു പാട്ട് കിട്ടിയാൽ അതുറക്കെ പാടിക്കൊണ്ട് അവൾ വളപ്പിലൂടെ, മരങ്ങൾക്കിടയിലൂടെ, നാഗക്കാവിനുള്ളിലൂടെ പായും. 5-6 തവണ ചൊല്ലി ഹൃദിസ്ഥമാക്കും. അങ്ങനെ കുറേ പാട്ടുകൾ സുമംഗലയുടെ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പി നിന്നിരുന്നു. സ്കൂളിലേക്ക് നടന്നു പോകുമ്പോഴും വരുമ്പോഴുമെല്ലാം വെള്ളത്തിൽ മുങ്ങിയ വയലുകളിലെ മീനുകൾ ചാടുന്നതുപോലെ ചുണ്ടിൽ പാട്ടുകൾ തുള്ളിക്കളിച്ചു. അമ്മമ്മ മരിച്ചതോടെ സുമംഗലയുടെ മനസ്സിലുള്ള പാട്ടുകൾ പലതും കാണാതായി തുടങ്ങി. കല്യാണത്തിനുശേഷം അപരിചിതമായ വീട്ടിലെത്തി പുതിയ ജീവിതം തുടങ്ങിയതോടെ പാട്ടുകളെല്ലാം അവളെ കൈവിട്ടു. ജഗദീശന് പാട്ട് കേൾക്കാനൊന്നും താൽപ്പര്യമുണ്ടായിരുന്നില്ല. മകൻ വളർന്നു വലുതായി സ്കൂളിൽ പോകാൻ തുടങ്ങിയതോടെയാണ് ഇടയ്ക്കിടെ ഏകാന്തത വന്ന് അവളെ എത്തിനോക്കാൻ തുടങ്ങിയത്. രാവിലെ ഭർത്താവും മകനും പോയിക്കഴിഞ്ഞാൽ വേഗം വീടെല്ലാം അടിച്ചു തുടച്ച്, തുണിയെല്ലാം അലക്കുകല്ലിലടിച്ച് നനച്ച്, ഉച്ചഭക്ഷണം കഴിച്ച്, പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിയ ശേഷം വീടിനു പിന്നിലെ വരിക്കപ്ലാവിൽ കെട്ടിയ ഊഞ്ഞാലിൽ കുറേ നേരം അവളിരിക്കും. അങ്ങനെയൊരു ദിവസം വെറുതെ ചാഞ്ചാടിയിരിക്കുമ്പോഴാണ് പച്ചയുടുപ്പിട്ട ഇടവഴിയിൽ നിന്ന് ചുവന്നൊരു കാട്ടുപൂവ് പെട്ടെന്ന് തല നീട്ടുന്നതുപോലെ ആ പാട്ട് സുമംഗലയുടെ മനസ്സിൽ മുളച്ചുപൊന്തിയത്. വെയിലോട്ടു പോലാണേ. മൂന്നാമതും പാടാൻ തുടങ്ങിയ സുമംഗല പെട്ടെന്ന് നിർത്തി ചുറ്റും നോക്കി. ഭാഗ്യം, ആരും കേട്ടില്ല. ഭർത്താവും മകനും വീട്ടിലുള്ള കാര്യം അവൾ മറന്നുപോയിരുന്നു. അവരെങ്ങാനും തന്റെ നാടൻപാട്ട് കേട്ടാൽ കളിയാക്കി കൊല്ലും. കല്യാണം കഴിഞ്ഞുവന്ന കാലത്ത് നീ ഏത് കാട്ടുജാതിക്കാരുടെ ഭാഷയാ പറയുന്നത്? എനിക്കൊരക്ഷരം മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ജഗദീശൻ പരിതപിച്ചു. വളരെ പെട്ടെന്ന് അവൾ പുതിയ ഭാഷ ശീലിച്ചു. നാട്ടുവാക്കുകളൊന്നും നാവിലുദിക്കാതിരിക്കാൻ കരുതലെടുത്തു. സുമേ, നീയൊന്ന് പെട്ടെന്ന് വന്നേ. വീടിന്റെ മുൻവശത്തുനിന്നും ജഗദീശൻ അലറി വിളിച്ചു. സുമംഗല ചാടി എഴുന്നേറ്റ് നടന്നു. സുമംഗല ഭയന്നുപോയി. ജഗദീശൻ ഒരു വലിയ പാമ്പിനെ വാലിൽ തൂക്കിപ്പിടിച്ച് മലർക്കെ ചിരിച്ചു നിൽക്കുന്നു. പാമ്പ് അന്തരീക്ഷത്തിൽ പുളയുന്നുണ്ട്. പേടിക്കണ്ടടി, ചേരയാ. നിങ്ങളെങ്ങനെ പിടിച്ചു പാമ്പിനെ? ഓടിപ്പിടിക്കാൻ പറ്റുമോ? കിണറ്റിന്റെ നെറ്റിൽ കുടുങ്ങിയതാ. 4 അടി മുന്നിലേക്ക് ചെന്ന് അവൾ സൂക്ഷിച്ചു നോക്കി. പരിചയമുള്ള ചേരയാണ്. ചെടികൾക്കിടയിലൂടെ ഇഴഞ്ഞുപോകുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. തുണി അലക്കുമ്പോഴും ഊഞ്ഞാലിലിരിക്കുമ്പോഴും വന്ന് തല പൊക്കി കുറച്ചു നേരം തന്നെ നോക്കി നിൽക്കാറുണ്ട്. ഭർത്താവിനോടവൾ അക്കാര്യം പറഞ്ഞിരുന്നില്ല. പറഞ്ഞാൽ ഒളിച്ചിരുന്ന് അടിച്ചു കൊല്ലും. സുമംഗല ദയാവായ്പോടെ അപേക്ഷിച്ചു. അതിനെ വിട്ടേക്ക്, ഉപദ്രവമില്ലാത്ത ജീവിയല്ലേ. ജഗദീശൻ പാമ്പിന്റെ വെപ്രാളം ആസ്വദിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചു. ഹ, വിട്ടുകളയാനോ? ഇന്ന് ഞാനിതിനെ ശരിപ്പെടുത്തും. ബഹളം കേട്ട് സൂരജ് പുറത്തേക്ക് ഓടിവന്നു. സുറുമയെഴുതിയ കോളേജ് കുമാരന്റെ കണ്ണുകളിൽ അത്ഭുതവും സന്തോഷവും തിളങ്ങി. അച്ഛനെങ്ങനെ ഇതിനെ പിടിച്ചു? വിജിഗീഷുവിനെപ്പോലെ ജഗദീശൻ ചുണ്ട് വിടർത്തി. ഇത് ചേരയാടാ, മൂർഖനായാലും ഞാൻ പിടിക്കും. സൂരജ് അച്ഛന്റെ കയ്യിൽ നിന്നും നിർഭയം ചേരയെ
Sample complete. Ready to continue?